വളരെ പെട്ടെന്ന് ഒരു ചീരക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് ചീര എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അരിമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ജീരകം അരിഞ്ഞു വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ തോരനൊക്കെ മൂപ്പിക്കുന്നത് പോലെ നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് മൂത്ത് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തണ്ടൊരു 3/4 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരും കൂടി ചെയ്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീരക്കറിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.